നീ അഴക് ഭാഗം 17. വിശ്വജിത്ത് വന്ന് ഹോസ്റ്റലിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിയിറങ്ങുമ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. കോളേജ് റോഡ് കഴിഞ്ഞതും വഴിയിലെ തിരക്ക് കുറഞ്ഞു. അതുകൊണ്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെ ബൈക്ക് മുന്നോട്ട് പോയി. നീരുപേട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ സമയം 6 മണിയായി. അവിടെ തന്നെയുള്ള നല്ലൊരു ഹോട്ടൽ നോക്കി വിശ്വജിത്ത് ബൈക്ക് ഒതുക്കി. വിശക്കുന്നുണ്ടാവില്ലേ? ഇരുട്ടിക്കഴിഞ്ഞാൽ ആ വഴി യാത്ര എത്തി ബുദ്ധിമുട്ടാണ്. അതാ കഴിക്കാൻ അവിടെ ഒന്നും നിർത്താഞ്ഞേ, അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നേരം പറഞ്ഞു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചായ കുടിച്ചിട്ടാ പോകുന്നത്. ബാഗ് എടുത്തോ. രണ്ടാളുടെയിലും ഓരോ ബാഗ് മാത്രമുള്ളൂ. അതും എടുത്ത് ഹോട്ടലിലേക്ക് കയറി. അവിടെ വാഷ്റൂമുണ്ട്, പോണെങ്കിൽ പോയിട്ട് വായോ. കൈ കഴുകാൻ നേരം അവൻ സേതിക്ക് അപ്പുറം സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇനി വീട്ടിലേക്ക് എത്ര ദൂരം കാണും? അവൾ ആദ്യമായാണ് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് വഴി പരിചയം പോരാ. കൂടിപ്പോയാൽ 40 മിനിറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. പരിചയം ഇല്ലാത്ത ഇടത്തു പോകാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ഈ സമയം ആയതുകൊണ്ട് അധികം തിരക്കില്ല. പൂരിയും മസാലക്കറിയുമാണ് അവിടുത്തെ സ്പെഷ്യൽ. അതുതന്നെ രണ്ടാളും ഓർഡർ കൊടുത്തു. ഞാൻ വരുന്നത് അപ്പച്ചിയോട് പറഞ്ഞോ? ഉവ്വ, അമ്മ വൈകിട്ട് വിളിച്ചിരുന്നു വരുന്നുണ്ടോയെന്നറിയാൻ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വൃന്ദയ്ക്ക് അറിയോ? ക്ലാസ് തുടങ്ങിയതിൽ പിന്നെ അവളെ വിളിച്ചിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ പിണക്കം കാണിക്കും അവൾ. സേതി പറഞ്ഞത് കേട്ട് അവൻ കോളേജ് തുടങ്ങിയതിൽ പിന്നെ വൃന്ദയ്ക്ക് വന്ന മാറ്റങ്ങൾ അവളോട് ഷെയർ ചെയ്തു. ഒപ്പം പറ്റുവാണെങ്കിൽ അവളോടൊന്ന് സംസാരിച്ചു നോക്കാനും പറഞ്ഞു. അപ്പോൾ വൃന്ദയായിരുന്നോ 2 ദിവസമായുള്ള ജിത്തേട്ടൻ്റെ ടെൻഷൻ? അവളുടെ ചില നേരത്തെ സംസാരം കണ്ടാൽ ടെൻഷനാവാതെ ദേഷ്യവും വാശിയും നല്ലോണം കൂടിയിട്ടുണ്ട്. എന്തേലും ചോദിച്ചാൽ വ്യക്തമായി ഒന്നും പറയേയില്ല. ജിത്തേട്ടൻ ടെൻഷനാവണ്ട, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നീ പെട്ടെന്ന് കയറി ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അടുത്ത ഭൂകമ്പം ഉണ്ടാക്കും. ഓർഡർ കൊടുത്തത് വന്നപ്പോൾ പിന്നെ വേഗം കഴിച്ചിറങ്ങാൻ നോക്കി. 6:30 കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ഇരുട്ടി. രാത്രി യാത്ര സേതിക്കധികം പരിചയമില്ല. പുറകിൽ നിന്ന് വരുന്ന വണ്ടികളുടെ ലൈറ്റ് കണ്ണിനെ കുത്തിക്കഴപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ കണ്ണടച്ചു അവൻ്റെ പുറത്തേക്ക് ചാരിയിരുന്നു. സേതി, ഉറങ്ങല്ലേ? അവളുടെ തല തോളോട് ചാഞ്ഞപ്പോൾ അവനൊന്ന് വിളിച്ചു നോക്കി. ഉറങ്ങിയില്ല, കണ്ണിൽ ലൈറ്റടിക്കുമ്പോൾ തലവേദനിക്കുന്നു. കണ്ണടച്ച് കിടന്നോ. ഉറങ്ങിപ്പോയാൽ താഴെ കിടക്കട്ടോ, പിടിച്ചിരിക്കേ. ഒരു കൈ അവൻ്റെ ഷോൾഡറിലും മറ്റേ കൈ ബൈക്കിലും മുറുകെ പിടിച്ചിരുന്നു. അത്യാവശ്യം സ്പീഡിൽ തന്നെ പോയതുകൊണ്ട് അവൻ പറഞ്ഞ സമയത്ത് തന്നെ അവർ കഴിമുക്കിലെത്തി. ഗ്രാമപ്രദേശം എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം കടകളും വീടുകളുമുള്ള ഇടമാണ്. 1/2 മണിക്കൂർ ഗ്യാപ്പിൽ ബസ്സൊക്കെ ഓടുന്ന ഇത്തിരി വികസനം വന്നു തുടങ്ങുന്ന സ്ഥലമാണ് കഴിമുക്കും. സേതിയൊക്കെ ഇവിടെ താമസിച്ച സമയത്ത് ബസ് കയറാൻ 10-15 മിനിറ്റ് നടക്കണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തറവാടിൻ്റെ മുന്നിലൂടെ ബൈക്ക് കടന്നപ്പോൾ അവളൊന്ന് എത്തി നോക്കി. തറവാട് എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ വലിയ ഓട് വീട് സങ്കല്പം വേണ്ട. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒറ്റനില ടെറസ് വീടാണ്. സേതിയും അനിയനുമൊക്കെ ജനിച്ചു വളർന്ന വീട്. അവൾക്ക് അച്ഛനൊപ്പമുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ വീട്ടിലാണ്. നാളെ പോവാടി അങ്ങോട്ട്. കുഞ്ഞാൻ്റെ മാത്രം ഉണ്ടാവുള്ളൂ ഇപ്പോൾ. അവളുടെ നോട്ടം കണ്ട് വിശ്വജിത്ത് പറഞ്ഞു. അവളൊന്ന് മൂളി. അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്. അവധിക്കാലം മാത്രം ഇവിടേക്ക് വരവ് നടക്കാറുള്ളൂ. അവൾക്കെന്നും ഈ നാടാണ് പ്രിയം. അച്ഛൻ പോയതിൽ പിന്നെ ഇവിടെ നിൽക്കാൻ അച്ചാച്ചനും അമ്മമ്മയും സമ്മതിച്ചില്ല. ഞങ്ങളിവിടെ ഒറ്റപ്പെടുമോ എന്ന പേടിയിലാണ് അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിയത്. മാമനും അമ്മായിക്കും ഒരിഷ്ടക്കുറവ് ഇല്ലെങ്കിൽ കൂടി അച്ചാച്ചൻ വേറെ ഒരു വീട് ഞങ്ങൾക്കായി പണി കഴിപ്പിച്ചു.
അമ്മയ്ക്ക് ഒരു ജോലിയും ആക്കിത്തന്നു. പക്ഷേ ഈ തറവാടിനോടുള്ള ഇഷ്ടം ഇന്നേ വരെ സ്വന്തം വീടിനോട് തോന്നിയിട്ടില്ല. തറവാട്ടിൽ നിന്ന് 5-6 വീട് അപ്പുറമാണ് വിശ്വജിത്തിൻ്റെ വീട്. അപ്പച്ചിയുടെ സ്ഥലമാണിത്. മാമൻ്റെ വീട് ചാലക്കുടിയിലാണ്. അപ്പച്ചിക്ക് വീതം കിട്ടിയപ്പോൾ ഇവിടെ വീട് പണിതു താമസം ഇങ്ങോട്ടാക്കിയത്. സേതിയെ കൂട്ടി വരുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങായിരുന്നു. ബൈക്ക് പോർച്ചിലേക്ക് കയറ്റിയിട്ടതും വനജ ഇറങ്ങി വന്നു. ഞാൻ പോരണമെന്ന് തീരുമാനിച്ചു തന്നെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അതാ ഇത്ര ലേറ്റായത്. മോള് വായോ. സേതി വേഗം വനജയ്ക്ക് അടുത്തേക്ക് ചെന്നു. അപ്പച്ചി ആയാലും കുഞ്ഞാൻ്റി ആയാലും അമ്മയെപ്പോലെ തന്നെയാണ്. വേർതിരിവ് കാണിച്ചിട്ടില്ല. സ്നേഹവും ശാസനയും ഒരേ അളവിൽ തന്നെ നൽകും. അച്ഛൻ വന്നില്ലേ? അവർക്ക് പിന്നാലെ അകത്തേക്ക് കടക്കുന്നേരം വിശ്വജിത്ത് തിരക്കി. ഇന്ന് വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിക്കാൻ എടുക്കട്ടെ? ഞങ്ങൾ കഴിച്ചതാ. ഒന്ന് ഫ്രഷായി കിടക്കട്ടെ. അച്ഛൻ വരുമ്പോൾ വിളിക്ക്. നീയും പോയി കിടന്നോ. ഒറ്റ ഇരിപ്പായിരുന്നില്ലേ, നടുവേദന എടുക്കുന്നുണ്ടാവും. അവൻ അങ്ങനെയേ റൂമിലേക്ക് കയറിപ്പോയി. വേദന വല്ലതും ഉണ്ടോ സേതി? ചൂടുവെള്ളത്തിലൊന്ന് മേല് കഴുകിയിട്ട് കിടന്നോ. അതിനുള്ള ബുദ്ധിമുട്ടില്ല അപ്പച്ചി. അവൾ എന്തിയേ? വന്ന് ചായയും കുടിച്ച് നേരെ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരം ഇറങ്ങി വരുള്ളൂ. ഞാൻ നോക്കട്ടെ. അവളുടെ കൂടെ കയറിക്കിടന്നു ഉറങ്ങിക്കളയരുത്. കഴിച്ചിട്ട് വേണം ട്ടോ ഉറങ്ങാൻ. ആ, കഴിച്ചിട്ടേ ഉറങ്ങുള്ളൂ. അമ്മേനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ അപ്പച്ചി. ആ പറയാം. അവൾ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. അപ്പച്ചി ഫോൺ എടുക്കാൻ പോയപ്പോൾ സേതി വൃന്ദയുടെ റൂമിലേക്ക് വിട്ടു. 2-3 വട്ടം കൊട്ടേണ്ടി വന്നു വാതിൽ തുറക്കാൻ. ചേച്ചി എവിടെ നിന്ന് വന്നു? അതൊക്കെ പറയാം. നീ വാതിക്കൽ നിന്ന് മാറിയേ. എൻ്റെ നടുപോയി. നിൻ്റെ ചേട്ടൻ ബൈക്ക് പറപ്പിച്ചാ വന്നത്. ചേച്ചി കോളേജിൽ നിന്നാണോ വരുന്നത്? ചേട്ടനുണ്ടോ? നിങ്ങൾ ഒന്നിച്ചാണോ വന്നത്? സന്തോഷവും അതിശയവും തോന്നി അവൾക്ക്. ഒന്ന് മൂളിക്കൊണ്ട് സേതി ബാഗ് താഴേക്ക് വെച്ച് ബെഡിലേക്ക് വീണു. വാതിലടച്ച് വൃന്ദയും ബെഡിലേക്ക് വന്ന് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.